എനിക്ക് ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ്, അയാൾ ഒരു ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ വന്നു. അത് ഇനീഷ്യലി മരുന്നുകളിലൂടെയൊക്കെ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് സിറോസിൻ്റെ ഭാഗമായിട്ടുള്ള ഹെപ്പറ്റോ പൾമണറി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗം, അതായത് ശ്വാസകോശത്തിനെ ഇത് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രോഗമാണ്. ആ രോഗം വന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ഇയാൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. കുടുംബത്തിന് ബുദ്ധിമുട്ടായിരുന്നു, അവർ പല വഴിക്ക് കാശൊക്കെ ഒപ്പിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് തീരുമാനിച്ച് വന്നപ്പോഴേക്കും വൈഫ് ലിവർ നൽകാനായിട്ട് മുന്നോട്ട് വന്നു. അവർക്ക് ഫാറ്റി ലിവർ ഇല്ല, അവർ ലീനായിട്ടുള്ള ലേഡിയാണ്, മറ്റ് അസുഖങ്ങളൊന്നുമില്ല. എന്നാൽ അവർക്ക് അവരുടെ ലിവറിന് ആവശ്യത്തിനുള്ള വോളിയമില്ല. ഇപ്പം ലിവർ ഡോണറിന് ആവശ്യത്തിനുള്ള വോളിയവും വേണം. ഫാറ്റി ലിവറും ലിവർ ഡിസീസും ഉണ്ടായിരുന്ന മാത്രം പോരാ, ആവശ്യത്തിനുള്ള ഡോണറും ആവശ്യത്തിനുള്ള വോളിയവും വേണം. അത് വന്നപ്പോഴേ അവർക്ക് വീണ്ടും ഒരു ബോട്ടിലിനെ വേറെ കൊടുക്കാൻ വേറെ പുരുഷന്മാരാരും ഇല്ല, വേറെ സ്ത്രീകളാരുമില്ല. അപ്പോൾ അവരുടെ ഒരു 17 വയസ്സുള്ള മകൾ മുന്നോട്ട് വന്നു. ആ കുട്ടിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. മാത്രമല്ല 17 വയസ്സെന്ന് പറയുമ്പോഴേക്കും ലിവർ ഡൊണേഷന് നമുക്ക് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിയുടെ ഫാദറിനെ രക്ഷിക്കാൻ ഇത് കൊടുത്തെന്നുള്ള അതേ ഒരു തീരുമാനത്തിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ അവർ കോടതിയിലൊരു റിക്വസ്റ്റ് ആയിപ്പോയി ഇവർക്ക് കൺസെൻറ്റ് ചെയ്യാനുള്ള സമ്മതം കൊടുക്കാൻ. അപ്പോൾ കോടതിയിൽ ആ കേസ് കുറച്ച് നാളിങ്ങനെ നീളുന്ന സമയത്ത് ഇയാളുടെ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഈ കുട്ടി മെലിഞ്ഞ് ഡയറ്റ് എടുത്ത് ഫാറ്റി ലിവർ ഇല്ലാതായി. അയാൾ 18 വയസ്സായതും അയാൾ ലിവർ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഒരു കുടുംബത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ആൽക്കഹോളിക് സിറോസിസ് ഉണ്ടാകുന്നത് പറഞ്ഞത് വളരെ ഫാസിനേറ്റിംഗ് ആണ്.